നിന്റെ അച്ഛന് നിനക്ക് വേണമെങ്കിൽ നിന്റെ അനുജത്തി മരിച്ച സ്ഥലത്ത് പോടാ. ആരടാ നീ? കാറിന് ഡോർ തുറന്ന് സല്യൂട്ട് അടിക്കുന്നതിനല്ലേ? അങ്ങനത്തെ നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ അയച്ച് പൊക്കേണ്ടി വന്നില്ലേടാ. വെറുതെ ഇരിക്കുമോ നിന്റെ മോൻ? നോണ്ടി നോണ്ടി വന്നോണ്ടിരിക്കുക. എന്താടാ നോക്കുന്നത്? നിന്റെ മോളെ കൊന്നത് ഞാനാടാ. അതെ, കാണാൻ പാടില്ലാത്തത് അവള് കണ്ടു. പിന്നെ ഞാൻ എന്താടാ ചെയ്യാ? ഒന്ന് കളഞ്ഞല്ലോടാ അവളെ. എന്റെ മോളെ എന്തിനാടാ കൊന്നത്? നീ എന്നൊരു കാലത്ത് രക്ഷപ്പെടില്ലടാ. നിന്റെയൊക്കെ നാശത്തിന്റെ സമയമായടാ. എന്റെ മോൻ വന്നിട്ടുണ്ടാ. തീർന്നടാ നീയൊക്കെ. നമ്മുടെ മോളെ കൊന്ന നീചന്മാരാണ് അതൊക്കെ. എന്റെ മോളെ ഇഞ്ചിഞ്ചായി കൊന്നതും പോരാതെ അത് അവനാ ചെയ്തതെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാടാ. വാടാ വാ. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം നീ എന്റെ മുഖം കണ്ടില്ലേ? ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചില്ലല്ലേ? നീ പോലീസാകാൻ അർഹതയുള്ളവനാടാ പോറസ്. നോക്കിക്കോ, നന്നായിട്ട് നോക്കിക്കോ. ഇപ്പോഴും വിട്ടേക്കാൻ പറയണോ അച്ഛാ? എല്ലാം വിട്ടേക്കെന്ന് പറഞ്ഞ് ഇത്രയും കാലം നിന്നെ തടഞ്ഞത് ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കി. ഇനിയുമാരെ വെറുതെ വിട്ടാ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ച പോലെ എത്ര കുടുംബത്തെ ഇവര് നശിപ്പിക്കൂടാ. പോറസേ, നാളെ നീ പോലീസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാ ഇന്നുവന്മാരുടെ ശവം ഇവിടെ വീഴണം. ഞാനത് ഇവിടെ നിന്ന് കാണട്ടടാ. ചെന്നടിക്കടാ, പോയി കേറി അടിക്കടാ. നീ എന്നെ പിടിക്കാൻ വന്നല്ലേടാ? വാടാ വാ. എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ധൈര്യമുണ്ടോ നിനക്ക്? നിന്നെപ്പോലത്തെ സാധാരണ പന്ന ചെറുക്കന്മാരൊക്കെ എന്നെ പോലുള്ളവരുടെ മുട്ടാൻ വരാവടാ. ഈ മുഖം കാണാനല്ലേ നീ അലഞ്ഞത്? ഇപ്പൊ കണ്ടില്ലേടാ? നിന്നെ പോലുള്ളവന്മാർക്ക് ഇതാടാ അവസാനം കിട്ടുന്നത്. ശരിയാടാ, ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാര് ക്ഷമിക്കുന്നോണ്ടാണ് നീയൊക്കെ വലിയ ആൾക്കാരാവുന്നേ. ആ നിസ്സാരക്കാരായ ഞങ്ങളൊന്ന് തിരിച്ചടിക്കാൻ ആരംഭിച്ചാലുണ്ടല്ലോ.
കൂട്ടായിട്ട് ആൾക്കാരെയൊക്കെ കൊന്നിട്ട് എത്തിച്ചാണല്ലോടാ നീ. എന്റെ അനിയൻ എന്തെങ്കിലും സംഭവിച്ചാ വെറുതെ വിടില്ലടാ നിന്നെ. നിന്റെ അനിയനെ തൊട്ടപ്പോ നിനക്ക് നോവുന്നുണ്ടല്ലേ? അപ്പൊ എന്റെ അനിയത്തെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോ എനിക്ക് എന്തുമാത്രം വേദനിച്ചിരിക്കും. നില, ഇത്രയും പേരെ കൊന്നിട്ട് നീ എങ്ങനെയാടാ പോലീസാകാൻ പോകുന്നത്? നിന്റെ ജീവിതം തീർന്നടാ. സെൽവൻ ചേട്ടാ, നിങ്ങളുടെ അനിയൻ ഗുണിയെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ ഒരു അവസരം കിട്ടിയ അത് പ്രയോജനപ്പെടുത്തും. തീർച്ചയായും പ്രയോജനപ്പെടുത്തും. അപ്പൊ ഞാൻ പറയുന്നിടത്തേക്ക് വന്നേക്ക്. മോനെ, ഞാൻ ഒരുപാട് പാപം ചെയ്തവനാ. അതൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞിട്ട് ഞാനും പുണ്യം തേടി പോവാൻ പോവാ. നീ വേഗം പോലീസാവാനുള്ള വഴി നോക്ക്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ ഒരു തെളിവുണ്ടാവില്ല. സാർ, എൻ്റെ പയ്യനെ കാണാതായിട്ട് 3 മാസമായി. ഇതുവരെ എന്ത് നടപടിയാണ് എടുത്തത്? ഒരു പോലീസുകാരൻ്റെ കുടുംബത്തിന് പോലും സംരക്ഷണമില്ലേ? ഒരു മേലുദ്യോഗസ്ഥനോട് സംസാരിക്കുന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ ആരും വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ മകനെ മാത്രമല്ല കാണാതായത്, സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യനെ കാണാതായിട്ടുണ്ട്. മൊത്തം 16 പേര്. ഇതുവരെ ചെറിയൊരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചെന്ന് പോലും അറിയില്ല. ഒരു പക്ഷെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബോഡികൾ ഒരുമിച്ച് എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും? ദർ ഈസ് എ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ദിസ്. അതിപ്പോൾ എവിടെയുള്ളത്, എന്ത് ചെയ്യുന്നു? നോ ക്ലൂ. പക്ഷെ ഞാനത് കണ്ടെത്തും. ഐ വിൽ ഫൈൻഡ് ഹിം. May I come in, sir? Come in.
സർട്ടിഫിക്കറ്റ്സ്. പോറസ് എന്ന് വെച്ചാ? പോറസ് എന്ന പുരുഷോത്തമൻ സർ അലക്സാണ്ടർ ഇന്ത്യക്കെതിരായി സൈന്യമായിട്ട് വന്നപ്പോൾ ഒരു വലിയ ആനപ്പടയെ വെച്ച് അലക്സാണ്ടറിനെ തന്നെ ഭയപ്പെടുത്തിയ ഒരു ധീരനായ പോരാളിയുടെ പേരാണ് സർ. ഇൻട്രസ്റ്റിംഗ്. അവനൊരു വീര യോദ്ധാവ് തന്നെയാണ്. യെസ് സർ. ആ, മീറ്റ് അവർ SP മിസ്റ്റർ കാർത്തിമുത്തു. അറിയാം സർ. ഇദ്ദേഹത്തിന്റെ മോനെ 3 മാസം മുമ്പ് കാണാതെ പോയെന്ന് ന്യൂസിൽ കണ്ടായിരുന്നു. നിനക്ക് എല്ലാത്തിനെ പറ്റി അറിവുണ്ടല്ലേ? യെസ്. ബൈ ദ വേ, യുവർ അപ്പോയിന്റ്മെന്റ് ഓർഡർ. യാ, ദാ. പോറസ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. വെൽക്കം. അയ്യോ അയ്യോ, എല്ലാം പോയല്ലോ. ഞാൻ ആ കേസ് പിൻവലിക്കാതിരുന്നെങ്കിൽ എന്റെ മോക്ക് ഈ ഗതികേട് വരില്ലായിരുന്നല്ലോ. എന്റെ ശരീരത്തിന് ആരോഗ്യമില്ല. എന്റെ നാടിഞരമ്പെല്ലാം തളർന്നുപോയി. എനിക്ക് എന്റെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവനെയൊക്കെ ഞാൻ തുണ്ടുമായി അഴിഞ്ഞിട്ട് മുതലയ്ക്ക് കൊണ്ട് തിന്നാൻ കൊടുക്കുമായിരുന്നു. ഞാന് പോയല്ലോ എല്ലാം. അവന്റെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പോയാ പോരെ? വേണ്ട മൈഥിലി, ഇക്കാര്യം അവരറിയാതിരിക്കുന്നവരെയാ അതൊരു സഹായമാവും. നമ്മളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു പ്രഹസനമായി പോവും. അത് നമുക്ക് വേണ്ട. വാ പോവാം. ആരോ മുത്തശ്ശ തന്നത്? അത് വേറെ ആരുമല്ല. ഇതെല്ലാം ശരിയാക്കാൻ ഒരു സിംഹം വരും, സിംഹം വരുമെന്ന് നിന്റെ അച്ഛൻ എപ്പോഴും കഥ പറയാറില്ലായിരുന്നു. ആ സിംഹമാണിപ്പോ വന്നിട്ട് പോയത്.